രാസലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി ഒളിവിൽ. ചെറുതായിട്ട് പണി പാളിയെന്നാ തോന്നുന്നത്. മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം? നിസ്സാര പ്രശ്നം. കേസിൽ ഉൾപ്പെട്ട 3 പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. വണ്ടിയിലുണ്ടായിരുന്ന പെൺപൂവ് ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ള വിവരം ലഭിക്കുന്നു. നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം അല്ലേ? അല്ലാം. തൊപ്പി എന്ന നിഹാദിന്റെ 3 സുഹൃത്തുക്കളെ പ്രതിയാക്കിയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അവന്റെ മോതാണ്ടില്ലേ ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ. ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിൽ 3 വനിതാ സുഹൃത്തുക്കളുണ്ട്. ഇവരും ഇപ്പോൾ ഒളിവിലാണ്. ആഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത്. തട്ടിപ്പാണല്ലേ? പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത്. അയ്യോ, സത്യമായിട്ട് തന്നെ അന്വേഷിച്ചുള്ള വരവ് തന്നെയാ. വരവ് കണ്ടറിയാം. തുടർന്ന് രാസലഹരി പിടികൂടിയത്. ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി. പറ്റിപ്പോയടാ. വേണ്ട നീ പലതവണ പറഞ്ഞതാ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NDPS നിയമത്തിന്റെ 22B വകുപ്പ് അനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഇത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. ഇവനങ്ങ് മറന്നെങ്കിൽ ഇത് മയക്കുമരുന്ന് കേസാ. ഒരു 10-20 കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും. ഇത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ഈ കേസുമായി ബന്ധമില്ല. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ.